ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ്. അതിന് മുമ്പ് ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം, അതുകൊണ്ടും കാണി. കുരു പൊട്ടിക്കുമ്പോൾ സുഖമുണ്ടല്ലോ. പായസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. നമുക്കും കാര്യമാണ്. അരവണ പായസം എന്ന് പറഞ്ഞാൽ പിന്നെ പറയും വേണ്ട, അതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനം. അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു. തന്നെ നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. 2 തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോ ഭയങ്കര കുറ്റബോധമായിരുന്നു, നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ട്. ഇപ്പൊ പിന്നെ ആ പേടിയൊന്നുമില്ല. കുറെ നമ്മള് കുറികൾ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പൊ ഏതായാലും ഒരു അരവണ പായസം നമുക്ക് കിട്ടി. അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് കഴിച്ച് നമുക്ക് അങ്ങോട്ട് സമാധി അടയാം. സമാധാനമാകും. താങ്ക്സ് ഉണ്ട് കേട്ടാ തന്നതിന്. നമ്മളെ കൊളിയെ കൊണ്ട് തന്നതാണ്. മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു സന്തോഷം എന്റെ മുഖത്ത് കാണുന്നില്ലെന്ന് നോക്കി. വർഗീയതൊക്കെ എനിക്ക് സന്തോഷല്ലേ? കൊള്ളാം കൊള്ളാം. പ്രത്യേകിച്ച് ബിസ്മീൻ ജെല്ലി കഴിക്കുമ്പോൾ പ്രത്യേക സുഖമാണ്. കുരു പൊട്ടിക്കുമ്പോൾ സുഖമുണ്ടല്ലോ. അത് എന്റെ സാറേ പറഞ്ഞ മനസ്സിലാവില്ല. ഒന്നുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുരു പൊട്ടിക്കുമ്പോൾ സുഖമുണ്ട്. അത് ശരിയാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല ചില കാര്യങ്ങൾ. അങ്ങനെയാണ്. പണ്ടില്ലൊരു പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, എന്താ പറയുക, ഗൾഫ് ജീവിതം ഖബർ ജീവിതം. അത് രണ്ടും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവൂല, അതാ പോയി അനുഭവിച്ചാലേ മനസ്സിലാവൂന്ന്. അപ്പൊ എന്തായാലും ആരിഫ് ഹുസൈൻ പറഞ്ഞ മാതിരി ആ സുഖം പറഞ്ഞാൽ മനസ്സിലാവൂല എന്നാ പറയുന്നത്. ഇന്ന് ഞമ്മക്കതൊന്ന് നോക്കാലോ അല്ലേ? എൻ്റെ വൈഫിന്റെ ഒരു കൂട്ടുകാരി ആരെ വന്നിട്ട് കൊടുന്നിട്ടാ. എന്തായാലും ഞാൻ ഇന്നലെ തുടർത്തേ കഴിക്കില്ല, പക്ഷെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെച്ചതാ ഇതില്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരിയാണല്ലോ, ബിസ്മില്ലി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അത് ആരിഫ് പറഞ്ഞത് കറക്റ്റ് കേട്ടോ. എന്തായാലും ശരി, സംഭവം പൊളിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ഈ സാധനം കുറെ മുമ്പ് കഴിച്ചതാ. പിന്നെ നമ്മൾ പ്രവാസിയല്ലേ, ഈ ശബരിമല സീസണിലൊക്കെ വന്നാലുള്ള ഇത് കിട്ടുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരിഫേ, കുരുവും പാറയും ഒക്കെ പാടാൻ പൊട്ടിക്കണം കേട്ടോ. ഞങ്ങളെ കുരു പൊട്ടിക്കാനൊന്നും ഇജ്ജായിട്ടില്ല, പ്രത്യേകിച്ച് മലയാളികളെ. കാരണം ഇവിടെ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുടുംബമാരി കഴിയുന്ന നാടാണ് ഈ കേരളം. അതിൽ എന്നെപ്പോലത്തെ കുറച്ച് സംഖ്യകൾ ഊട്ടിയുറക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഓല് കണിഞ്ഞും മെനഞ്ഞും നോക്കുന്നുണ്ട്. എന്തിനാ അറിയോ? എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ളത്. ഒന്നും നടക്കാൻ പോണില്ല. പിന്നെ എനിക്ക് എന്നോട് ആകെ പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ? സ്വന്തം മാതാവ് മരണപ്പെട്ടിട്ട് അത് ആഘോഷിച്ചോനാ ഇയ്യ്. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ ഇത് കൂടുതലൊന്നും ആരും ഇവിടെ മലയാളികൾ പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലായോ? ഇജ് ഏത് അതായത് മാതാവ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ അന്ന് ആ സ്പോട്ടിൽ ഇജ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാണിച്ചു കുണിച്ചെങ്കിൽ ആ പോസ്റ്റ് കണ്ട് തൃപ്തിപ്പെടാൻ കുറെ ആളുകൾ എൻ്റെ അടുത്തുണ്ട്. കാരണം അനക്ക് തിന്നാൻ തരുന്ന കുറച്ച് ആളുകളുണ്ട്. ഓരോട് ഞാൻ നന്ദി കാണിക്കണം. അതിപ്പോ ഉമ്മയായാലും വാപ്പയായാലും അങ്ങനെ തന്നെ. ആ നിലപാട് എനിക്ക് ഇഷ്ടമായി. പക്ഷെ എൻ്റെ ഒരു പരിപ്പും ഇവിടെ തൽക്കാലം വേകൂല. ഇജിപ്പം ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് കേക്ക് അല്ലേ, അതിപ്പോ നേരത്തെ ഇപ്പൊ എവിടെ കിട്ടുക? സംഭവം ആ ടൈമിലാണ് ഞാൻ കണ്ടിരുന്ന വെച്ചെങ്കിൽ അതും ഒന്ന് ഞാൻ ബിസ്മില്ലി കഴിച്ചു നോക്കും, എന്താ ഇവിടെ പറ്റുകയെന്ന് നോക്കാലോ അല്ലെ? ഇവിടെ മുസ്ലിങ്ങളോട് ആരോടും ഹിന്ദുവിന്റെ അടുത്ത് ഒന്നും വാങ്ങി കഴിക്കണ്ട, അല്ലെ ഹിന്ദുവിന്റെ ഒന്നും കഴിക്കണ്ട എന്നുള്ളത് ഒരു ഖുർആനിലും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഇജ്ജു എന്റെ ആളുകളും ഓതി ഖുർആനിന് അർത്ഥം വെക്കണോടത്തല്ല യഥാർത്ഥ ഇസ്ലാം. ആ അർത്ഥം കൊണ്ട് തൃപ്തിപ്പെടുന്ന സംഖ്യകളെ തൃപ്തിപ്പെടുത്തിയാൽ മതി. ഒരു മുസൽമാന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന്റെ അടുത്തോ നിന്റെ ഒരു പരിപ്പും വേകൂല. അത് മറ്റാരെക്കാട്ടിലും അറിയുന്നതാണ് നിനക്ക് തന്നെ. സംഭവം ഇവനിക്ക് ആദ്യം ഈ ഹോമിയോപ്പതിയുടെ എന്താ പറയാ, ഈ ഗുളികകളൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഓലും കൂട്ടി പുറത്തായിക്കണു. ആകെപ്പുള്ളത് ഈ സോഷ്യൽ മീഡിയ കൂടെ കടന്നിട്ട് ഈ ജാതി എന്താ പറയാ വർഗീയതയും കാര്യങ്ങളും പറഞ്ഞു നടക്കലാണ് ഇപ്പൊ ഇവന്റെ പണി. ഇതിനും ആളില്ലാതെയായി. കാരണം എല്ലാവർക്കും എല്ലാ സത്യങ്ങളും മനസ്സിലായി. പ്രത്യേകിച്ചിട്ട് ഓന്റെ ഉമ്മാടെ ഈ ഒരു വിഷയത്തില് ഓനട്ട പോസ്റ്റൊക്കെ പാടെ എല്ലാവർക്കും മനസ്സിലായി ഇവന് എത്ര മനസ്സ് കല്ലുള്ളവനാണ് എന്നുള്ളത്. ആരോട് നമുക്ക് ഈ ലോകം മുഴുവൻ നമ്മളെ എതിർത്തോട്ടെ, പക്ഷെ നൊന്ത് പ്രസവിച്ച മാതാവിനോട് പോലും ഒരു കരുണ കാണിക്കാത്ത ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അത് ഈ ഹാർപ്പിക്കാണെന്നുള്ളത് സകല മലയാളികൾക്കും അറിയാം. അപ്പൊ അത്തരത്തിലുള്ള എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് ഒരു ഹിന്ദുവോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു നിരീശ്വരവാദിയോ ആയിക്കോട്ടെ എൻ്റെ പിന്നാലെ കൂടൂല. കാരണം എന്താ അറിയോ? ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഓൽക്കും ഓല മാതാവ് അത്രയും പ്രിയപ്പെട്ടതായിരിക്കും. കാരണം മാതാവിനോട് കരുണ ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോളം വേറെ എന്താ പറയാ വൃത്തികെട്ട ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്നുള്ളതാണ്. മതമൊക്കെ വിട്,
മതത്തിനോട് ഇനി എനക്കില്ലെങ്കിൽ വേണ്ട. ഇവന്റെ നിരീശ്വരവാദം എന്താണെന്ന് അറിയോ? വെറും ഇസ്ലാമിനോട് മാത്രം. അതും കുറച്ച് സംഘികളെ ഒന്നും കിട്ട് അതുപോലെ കേൾക്കുമ്പോൾ ആ ഒരു കുളിരില്ലേ അത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഏറെക്കുറെ ഇപ്പൊ അവരും കയ്യൊഴിഞ്ഞോളൂ. കാരണം എന്താ അറിയോ? ഈ ഓൽക്ക് മനസ്സിലായി ഇത് ഓലെ സുഖിപ്പിക്കുകയാണ് എന്നുള്ളത് ഓൽക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംഘികൾ വേറെ കേറിയിട്ട് ഇപ്പൊ ഇപ്പം ഓതുന്ന ഖുറാന്റെ അർത്ഥം അതിൽ നോക്കുകയാണ്. അപ്പൊ ഇവൻ പറഞ്ഞ അർത്ഥമല്ല അതിന് കയറി വരുന്നത്. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇവൻ നമ്മളെ ശരിക്കും ഇതാക്കുകയാണ്, മറ്റുള്ള മാതിരി ജസ്നാടെ മാതിരി നമ്മളെ മൊയന്താക്കുകയാണെന്ന്. ഇനി ആക്കാനൊന്നുമില്ല, ഓൾറെഡി അത് തന്നെയാണ്. അപ്പോ ഒന്നും കൂടി ആക്കുകയാണ് എന്നുള്ളത്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഏറെക്കുറെ ഇവന്റെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ അരവണ പായസം കണ്ടോട് വിളിച്ച ആദ്യം ഇവനെ ഓർമ്മ വന്ന്. ഇവൻ പറഞ്ഞിരുന്നു എന്ത് ഇത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റൂല, ഇത് അതിന്റെ സുഖം അനുഭവിച്ചാലേ അറിയുള്ളൂ. എന്നാ പിന്നെ ഞാനും തന്നെ അതൊന്ന് വിസ്മി ചൊല്ലിയിട്ടൊന്ന് ഒന്നാണ് കഴിച്ചു നോക്കട്ടെ, എന്താ ഇവിടെ പറ്റുകയെന്നുള്ളത് നമുക്കൊന്ന് നോക്കണല്ലോ. സത്യം പറയാലോ, ഇജ്ജ് പറഞ്ഞത് ശരിയാ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഈ സാധനം ഉണ്ടല്ലോ ഇതിലും പോലെ ദൈവമുണ്ട്, അതുകൊണ്ട് ഈ സാധനം മറ്റേ വേസ്റ്റിലേക്കോ അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ നമ്മളെ കച്ചറ ഇടുന്ന മാതിരി അങ്ങനെ സിമ്പിളാക്കിയിട്ട് ഇടരുത്. കാരണം എത്രയൊക്കെ ആണെങ്കിലും ഈ ഹിന്ദുക്കൾ അവരെ ആരാധിക്കുന്ന അവരുടെ ദൈവമല്ലേ. ഇസ്ലാമിൽ ആകെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷേ അവരെ വിശ്വാസങ്ങളെ കളിയാക്കാനോ ചെറുതാക്കാനോ അപമാനിക്കാനോ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് പടച്ചോന്റെ മുമ്പ് ചെല്ലാൻ പറ്റൂല. പടച്ചോൻ ആദ്യം ഇത് ചോദിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഇസ്ലാമിലുണ്ട്. അത് ഇന്ന് വരെ ഈ ആർപിക്ക് പറഞ്ഞിട്ടില്ല അല്ലെ? അത് പറയണമെന്ന് അത് പറഞ്ഞാൽ എന്താ അറിയോ? ഓന്റെ മാർക്കറ്റാണ്ട് ഇടിയും. അതുകൊണ്ട് ഓൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. ഓൻ എന്തെങ്കിലും കൊണ്ട് ഓതും, എന്നിട്ട് ഓൻ തന്നെ അതിനുണ്ട് അർത്ഥവും വെക്കും. അതാണ് ഇപ്പൊ ഇപ്പം ചെയ്തും കൊണ്ടിരിക്കണത്. ലോകത്ത് നിന്നെ പ്രസവിച്ചിട്ട് നിന്റെ ഉമ്മ വേദനിച്ച അത്ര ഇനി ഒരു മാതാവും വേദനിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലായോ? നീ പേടിക്കണ്ട, അധിക കാലമൊന്നും അന്റെ ഇത് മറ്റേ എന്താ പറയാ ആളുകളൊന്നും അന്നെ എടുത്തിട്ട് പൊന്തിച്ച് നടക്കൂല. അന്റെ കാര്യങ്ങൾക്കൊക്കെ ഏറെക്കുറെ തീരുമാനമായിക്കണു. ആ ഉമ്മ ഇവിടുന്ന് ഈ ഭൂമി വിട്ടോടുകൂടെ തന്നെ അന്റെ കാര്യങ്ങൾക്ക് ഏറെ തീരുമാനമായിക്കണു. അത് ഇനി താമസിയാതെ എനിക്ക് മനസ്സിലാവും. അപ്പോഴേ ഇജ് മനസ്സിലാക്കൂ, സ്വന്തം മാതാവ് ഒരു മകനെ നല്ലത് പറഞ്ഞു കൊടുക്കുന്നതും നന്മ പറഞ്ഞു കൊടുക്കുന്നതും നല്ലത് ചെയ്യാൻ പറയുന്നതും മറ്റേ അവിടുത്തെ ഹൂറന്മാരെ കാത്തിരിക്കുന്നോണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടോ അല്ല എന്നുള്ളത്. നാളെ സമൂഹത്തിന്റെ മുമ്പിലായാലും നമ്മുടെ സൃഷ്ടാവിന്റെ മുമ്പിലായാലും ഇതിനൊക്കെ ഒരു കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അതില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. കാരണം ഈ ആകാശവും ഭൂമിയും പടച്ച ഒരു സൃഷ്ടാവുണ്ട്, എല്ലാവർക്കും ഉണ്ട്. മറ്റേ എന്താ പറയാ ഈ ഹിന്ദുക്കള് ദൈവം എന്ന് പറയും, ക്രിസ്ത്യാനികള് പിന്നെ യേശു എന്ന് പറയും, മുസ്ലിങ്ങൾ അള്ളാഹ് എന്ന് പറയും. പക്ഷെ എങ്ങനെ പോയാലും ഇതിന്റെയൊക്കെ ഉറവിട ഒരൊറ്റ ആളാ. നമ്മള് പിന്നെ എന്താ പറയാ മനുഷ്യരാണ് ഇതിനെ വേർതിരിച്ചത്. എല്ലാത്തിനും ഒറ്റ സൃഷ്ടാവുള്ളൂ. അത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വിശ്വാസിക്കും അവനവന്റെ ആളുകളെ പറയാനായിരിക്കും. അത് വിശ്വാസം. അതിൽ ഞാനൊന്നും പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം. പക്ഷെ അതിൽ നീ മണ്ണെണ്ണ കലക്കി ഒന്ന് തെളിച്ചാൻ നോക്കണില്ലേ, അത് നടക്കൂല ആർപ്പിക്കേ. അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു, ആ ഐറ്റം ഒക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് നിന്റെതൊക്കെ തീർന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നൊന്നും ഇപ്പൊ ആർക്കും അങ്ങനെ വേണ്ട. മാതാവിനോട് കരുണ കാണിക്കാത്ത ഒരു മനുഷ്യൻ പിന്നെ ആരോട് എന്ത് കരുണ കാണിക്കാനാ? നീ എന്നെ ആലോചിച്ച് നോക്കേ, നീ 2 പെണ്ണ് കെട്ടി, 3 ലവർ ഉണ്ടായിരുന്നു, ഉമ്മ വാപ്പ നിന്റെ കൂടപ്പിറപ്പ്, ആരെങ്കിലും ഒരാൾ നിന്നെ അംഗീകരിച്ചോ? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ശരിയാണ് നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് ഞാൻ മറ്റേ ഇന്ന് മുതൽ നിങ്ങളുടെ പിന്നാലെ കൂടി എന്ന് നിന്റെ ബ്ലഡ് എന്ന് ഒരാൾ പറഞ്ഞോ? വേണ്ട. നിനക്ക് കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആരെങ്കിലും വന്നോ? ഇല്ല. നീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച കുറച്ച് ഫോൺ കോളുകളെ എന്നിട്ട് നീ തന്നെ അതിന് മറുപടി പറയാ, എന്നിട്ട് ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കുക. അത് കാണുമ്പോഴത്തേന് സംഘികൾക്ക് എന്നുള്ളൊരു കുളിരെ ഓലെ കയ്യടിക്കാൻ. ഇതൊക്കെയല്ലേ ഇപ്പൊ നടക്കുന്നത്. ഇതൊക്കെ എന്താണെന്നുള്ളത് ഈ മറ്റേ ഇത്ര വലിപ്പം വരണമെന്നൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ് വരെ പോയി അല്ലെങ്കിൽ റോഡ് വരെ ഇറങ്ങി പരിചയമല്ല ഒരു കുട്ടിക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. എന്ത് കാര്യങ്ങളും അപ്പപ്പ അടിച്ചെടുത്ത ഇവൻ ഓതി കൊടുക്കണ ഖുറാനില്ലേ അർത്ഥം വെക്കണത് ഇത് സത്യമാണോന്ന് സംഘികൾ തന്നെ ഗൂഗിളിൽ കയറി നോക്കും. അപ്പൊ ഇവൻ പറഞ്ഞ അർത്ഥമല്ല അതിന്. ആ കാരണം കൊണ്ട് സംഘികളും ഏറെക്കുറെ ഇവനെ തള്ളിയിരിക്കണു. കാരണം സംഘികൾക്ക് മനസ്സിലായി ഇവൻ മറ്റേ ജസ്നാന്റെ മാതിരി പറ്റിച്ചും കൊണ്ടിരിക്കുകയാണെന്ന്. ജസ്ന എന്തൊക്കെയായിരുന്നു? ജസ്ന ഒരു കാലത്ത് സംഘികളുടെ ദൈവമായിരുന്നു. ഇപ്പൊ എന്താണ്? ഇപ്പൊ കണ്ടോടത്ത് വെച്ചിട്ട് വിളിച്ച തെറിയൊക്കെ വിളിക്കണത്. അപ്പൊ അതൊന്ന് നോക്കാം. അപ്പോ ജസ്ന വിചാരിച്ചത് എന്താ വെച്ചിട്ടാ എന്നും ഇത് നിൽക്കുന്നതാണ്.
ഇവറ്റ എപ്പോഴാ തിരിയാന്ന് അറിയില്ലല്ലോ. ഇവനെ കീപ്പിട്ടും മേപ്പിട്ടും ചെയ്യാൻ പറ്റൂല. നല്ലത് പറഞ്ഞാലും ഒഴിവാക്കും, മോശം പറഞ്ഞാലും ഒഴിവാക്കും. അതാണ് സംഘികള്. അപ്പൊ ഇപ്പൊ ഈ എന്താ പറയാ പപ്പട എണ്ണയ്ക്കൊണ്ട് ഇടുന്നോട് കൂടെ അങ്ങനെ പൊള്ളച്ച് വരൂലേ, അതൊക്കെ കാണാൻ നല്ല രസമായിരിക്കും, നല്ല ചൊറുക്കാവും. അത് കുറച്ചു നേരം വെച്ചാൽ അതിന്റെ കാറ്റിങ്ങനെ ഒഴിഞ്ഞു പോകും. അതേമാതിരിയാക്കാരം കുറച്ചൊന്നര കഴിയട്ടെ, പപ്പടത്തിന്റെ കാറ്റൊക്കെ അങ്ങനെ പോണത് കാണാം. അപ്പൊ ഇജ്ജ് ഒന്നുകൊണ്ട് ഇറങ്ങുക. പിന്നെ ഇജ്ജ് പറയണ മാതിരി ഇന്ന ഓല അങ്ങനെ ചെയ്യാൻ നിൽക്കുക, ഇന്ന ബല ഓല. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇസ്ലാമിൽ ഇത്രയും ആകാശവും ഭൂമിയും പടച്ച മറ്റേ ഒരു സൃഷ്ടാവിനെ വിശ്വസിക്കുന്നവർക്ക് ഇനിയിപ്പോ ഞങ്ങൾ മറ്റേ കുറച്ച് ആളുകൾ കൂടിയിട്ട് വേണോ ദീനിലേക്ക് ആളെ കൂട്ടാം, അല്ലെ ദീനിനെതിരെ പറയുന്ന പോലെ മറ്റേ എന്തെങ്കിലും ചെയ്യാനൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് നിനക്ക് തന്നെ അറിയാം. എന്നിട്ടും നീ അതിനെ മുതലെടുത്ത് പറയുന്നുണ്ട്. അതാ ശരിയാണ്, അത് അങ്ങനെ തന്നെ ആക്കണം എന്ന് വിചാരിച്ചിട്ടും കുറച്ച് ആളുകൾ നിന്റെ പിന്നാലുണ്ട്. പക്ഷെ ആർപ്പിക്കേ സംഭവമൊക്കെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ആർപ്പിക്കേ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇജ്ജ് വന്നോ, ഇപ്പൊ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. എന്നാ പിന്നെ അങ്ങനെ ഓന്റെ ഒരു ഞാനത് ഫുള്ള് തിന്ന് തീർക്കണം. ഒരു കാണീന്റെ മുന്നേ കണ്ടവർക്കൊക്കെ കൊടുക്കേണ്ടി വരും. ആർപ്പിക്കോന്റെ വിചാരം എന്താ വെച്ചിട്ടാ, ഇതങ്ങോട്ട് കഴിച്ചാൽ നേരെ നരകത്തിക്കാന്നാണ്. അതാണ് ഇപ്പൊ ഓൻ പറഞ്ഞ് പരത്തിയിരിക്കുന്നത്. എന്നിട്ട് ആരിനെ ഏതോ മഹാഭാവത്തിനേലും പറഞ്ഞു പറ്റിച്ചിട്ട് ഇവൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണേണ്. അല്ലാതെ ഇതിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. അത് ഏറെക്കുറെ പോലിക്കും മനസ്സിലായിക്കണോ.